എന്നാൽ ഇന്ന് നമ്മളൊരു അൺഎക്സ്പെക്റ്റഡ് റോഡ് ട്രിപ്പാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പൾബ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് നമ്മൾ കുറേ കാറ്റാടികൾ കണ്ടത്. ഇഷ്ടംപോലെ കാറ്റാടികൾ ഉണ്ടായിരുന്നു. 1 2 3 എണ്ണാനും സമയമില്ല, കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. നമ്മൾ ന്യൂ ബ്രൗൺസ്വിക്കിന്റെ ബോർഡർ കടന്നിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ 2 പേര് ഇപ്പം ചാടും, ഇപ്പം ചാടില്ല, ഇപ്പം ചാടും, ചാടി അവർ പോയിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ തന്നെ. ശേഷം നമ്മൾ നേരെ ഒരു ചർച്ചിലെത്തി. നല്ല വലിയ പള്ളി. ഹായ്, എന്ത് ഭംഗിയാണ്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ 2 കരടിക്കുട്ടന്മാരെ കണ്ടു. ആൾക്ക് ഞങ്ങളെ കണ്ടിട്ട് അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു. മൈൻഡ് ചെയ്യാതെ പോകുന്നു. ജാടയുള്ള ആളാണ്. വെളുത്ത ഓസ്ട്രിച്ച്. അതിനുശേഷം നമ്മൾ ഈ ജാഗ്വറിനെയും കണ്ടു. അവർക്കും കുറച്ച് ജാടുള്ള ടീംസ് ആയതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാൻ പോയില്ല. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഇരിക്കുന്നത് ആ കൂട്ടം. പിന്നെ ഞങ്ങൾ ഈ പുലിനെ കണ്ടു. പുലി ഉറക്കായതുകൊണ്ട് പിന്നെ ശല്യപ്പെടുത്താനൊന്നും നിന്നില്ല. നെക്സ്റ്റ് എത്തിയത് ഈ ആട്ടുകുട്ടികളുടെ അടുത്തേക്ക്. നമ്മുടെ നാട്ടിൽ നമ്മളെപ്പോഴും കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടുത്തെ സായിപ്പ് മദാമ്മയെ അവരോട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് വാടാ സായിപ്പേ എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് മാറി. അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് എത്തി. ഇതാണ് ഗായ്സ് ഹോപ്പ്വെൽ റോക്ക്. പിന്നെ അവിടെ പോയി കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഗ്ലാസ്സൊക്കെ വെച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ച്. പക്ഷെ നമ്മൾ ചേട്ടനെ പതുക്കെ ഇങ്ങനെ പിടിച്ചിരുത്തി ഫോട്ടോ എടുക്കുന്ന വ്യാജേന ഞാൻ അവിടുത്തെ വൈറ്റ് ഷോട്ട് എടുത്തു ഗൈസ്. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി?